നമ്മുടെ പാലിയേക്കര ടോളാണ് കേട്ടോ. ഇത് ടോളിൻ്റെ തുടങ്ങുന്ന സ്ഥലം. ഇനി ഞാൻ ഇതിൻ്റെ ഇവിടുന്ന് ഇപ്പോൾ ഇവിടെ ടോൾ തുടങ്ങി. എൻ്റെ ക്യാമറയിൽ കൊള്ളണം അത്രയും ഞാൻ കാണിച്ചു തരാം. ബ്ലോക്കാണ്. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ആമ്പലൂർ താമസിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മുടെ ചെറുപ്പം തൊട്ടേ, അതായത് ഇവിടെ വന്നപ്പോൾ തൊട്ട് ചെറുപ്പം തൊട്ടേ കേൾക്കണതാണ് ടോൾ പ്ലാസയിൽ, അതായത് പാലിയേക്കര ടോൾ പ്ലാസയിൽ ഒരു 100-150 മീറ്റർ വണ്ടികൾ ബ്ലോക്കായിട്ട് ക്യൂവിൽ കിടക്കുകയാണെങ്കിൽ ടോള് വാങ്ങാതെ, അതായത് പൈസ പിരിക്കാതെ തിരിച്ചു വിടണം. ഞാൻ പേഴ്സണലി പറയാം, ഞാൻ ഈ പാലിയേക്കരൊന്നും ഒരു 3-4 കിലോമീറ്റർ അകലായ കാരണം എനിക്ക് ടോളില്ല. അപ്പോൾ ടോള് കുറക്കേണ്ട ബുദ്ധിമുട്ടിലോ അല്ല ഈ വീഡിയോ ചെയ്യണത്. പക്ഷേ ആളുകളുടെ സമയം, അതായത് ഇപ്പോൾ ഞാൻ ഈ എടുത്ത വീഡിയോയിൽ കാണാൻ നമുക്ക് 2-3 ആംബുലൻസ് കാണാം. അപ്പോൾ അതൊക്കെ അവർ പോവാണ്ട് ബുദ്ധിമുട്ട് കിടക്കുകയാണ്. പിന്നെ ഇത് മാത്രമല്ല, ഇപ്പോൾ ഇവർ പറയണ ന്യായങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫാസ്റ്റാഗ് വന്നാൽ തന്നെ നമുക്ക് എന്തിനാണ് ആളുകൾക്ക് അധികം ബ്ലോക്ക് ഇല്ലാതെ പെട്ടെന്ന് കടന്ന് പോകാൻ വേണ്ടി വന്നത്. പക്ഷെ അവർ പറയുന്നത് സിഗ്നൽ കിട്ടാൻ വൈകണമെന്നൊക്കെയാണ് അവരെ പറയണത്. അപ്പോൾ ശരിക്ക് 10 സെക്കൻഡോ 15 സെക്കൻഡാണ് കൃത്യം കണക്കെനിക്കറിയില്ല. അത്രയും കൂടുതൽ ഒരു വാഹനത്തിന് എടുക്കാൻ പാടില്ല. പക്ഷേ ഇപ്പോൾ ഈ ഇത് കണ്ടേ ഞങ്ങൾക്ക് കണ്ടൂടെ എത്രത്തോളം ഉണ്ടെന്ന്. പിന്നെ മാത്രമല്ല, ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ മണ്ണുത്തി തൊട്ട് ഏകദേശം എടപ്പള്ളി വരെ ബ്ലോക്കാണ്. അതിൽ അങ്കമാലിക്ക് മുമ്പ് വരെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഇടയിൽ ആളുകളുടെ വലിയ സമയം പോവാണ്. അപ്പോൾ അതിൽ എന്തുകൊണ്ട് ഞാൻ ഒരു പാട്ടില്ല 3 പാട്ടുകാർ ആരാണെങ്കിൽ എന്തുകൊണ്ട് ഇത് ഈ സമയത്ത് ഇത്രയും വരി ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത് കടത്തി വിടണില്ല എന്നുള്ളതാണ് എൻ്റെ മെയിൻ ചോദ്യം.